എല്ലാവർക്കും സയാംസർ വെൽനസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സഞ്ജന വിബി. നമുക്കിന്ന് വൈറ്റമിൻ സി പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ശാസ്ത്രീയമായിട്ട് നോക്കാം. വൈറ്റമിൻ സിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് പറയാം. ഫ്രൂട്ട്സിലും അതുപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലും വൈറ്റമിൻ സി ധാരാളമായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഫ്രൂട്ട്സ് പപ്പായ, മാങ്ങ, അതുപോലെ തന്നെ ഓറഞ്ചസ്, സിട്രസ് ഫ്രൂട്ട്സിൽ ഒരുപാട് വൈറ്റമിൻ സി ഉണ്ട്. അതിനേക്കാളെല്ലാം കൂടുതൽ നെല്ലിക്കയിലുണ്ട്, ഇന്ത്യൻ ഗൂസ്ബെറി, പിന്നെ പേരയ്ക്ക. ഇവയെല്ലാം വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് ആണ്. അതുപോലെ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലും ധാരാളമായിട്ട് വൈറ്റമിൻ സി ഉണ്ട്. പിന്നെ വൈറ്റമിൻ സി നമുക്ക് ബെൽ പെപ്പേഴ്സിൽ, ക്യാപ്സിക്കം, അതിലെല്ലാം കാണാം. പലതരം മുളകുകളിൽ വൈറ്റമിൻ സി ഉണ്ട്. പിന്നെ വൈറ്റമിൻ സി കിവി ഫ്രൂട്ടിലുണ്ട്. ഒരുവിധം എല്ലാ ഫ്രൂട്ട്സിലും, പോമഗ്രാനറ്റ്, അനാർ അഥവാ മാതള നാരങ്ങ, ഇവയിലെല്ലാം വൈറ്റമിൻ സി നമുക്ക് ലഭ്യമാണ്. പക്ഷെ നമുക്ക് എത്രത്തോളം വൈറ്റമിൻ സി ഏതൊക്കെ സാഹചര്യങ്ങളിൽ വേണം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. വൈറ്റമിൻ സി നമുക്ക് ഒരു ദിവസം എത്ര വേണം, അതിന്റെ ഡെയിലി റിക്വയർമെന്റ് എത്രയാണ്, അത് നോക്കാം. ആദ്യം ഡെയിലി റിക്വയർമെന്റ് 75 മുതൽ 90 മില്ലിഗ്രാം ആണ്. അപ്പോൾ വൈറ്റമിൻ സി നമുക്ക് പനി പോലുള്ള ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അതിനേക്കാൾ തീവ്രമായ ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഇതിനേക്കാൾ കൂടുതൽ വേണം. ഒരു 200 മില്ലിഗ്രാം ഒക്കെ വേണ്ടി വരും. അപ്പൊ ചിലപ്പോഴൊക്കെ ടാബ്ലറ്റ്സ്, വൈറ്റമിൻ സി സപ്ലിമെന്റ്സ് കൊടുക്കാറുണ്ട് നല്ല ഇൻഫെക്ഷൻ ഉള്ള ആളുകൾക്ക്. പക്ഷേ എപ്പോഴും നമുക്ക് വൈറ്റമിൻ സി ടാബ്ലറ്റ്സ് മാത്രം ബേസ് ചെയ്തിട്ട് കഴിച്ചിട്ട് വൈറ്റമിൻ സി ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നമുക്ക് എപ്പോഴും സപ്ലിമെന്റ്സിന് മാത്രം ആശ്രയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ സി നിലനിർത്തുന്നതിന്റെ ഒരു ആവശ്യകതയുണ്ട്. എങ്ങനെയാണ് അത് നിലനിർത്തേണ്ടത്? അത് നമുക്ക് ശരീരത്തിൽ സ്വന്തമായിട്ട് നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന വൈറ്റമിൻ അല്ല വൈറ്റമിൻ സി. അത് പുറത്തുനിന്ന് കിട്ടണം. അതായത് നമ്മൾ ഈ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് നമുക്ക് കിട്ടണം. ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം നല്ല സോഴ്സ് ആണ് വൈറ്റമിൻ സിയുടെ. ഇനി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിൽ വൈറ്റമിൻ സിയുടെ റോൾ എന്താണെന്ന് നോക്കാം. അതായത് നമ്മുടെ ശരീരത്തിൽ ഫാഗോസൈറ്റോസിസ്, അതായത് മൈക്രോബ്സിനെ, നമ്മുടെ ശരീരത്തിൽ എത്തുന്ന ബാക്ടീരിയയും വൈറസിനെയൊക്കെയാണ് ഈ മൈക്രോബ്സ് എന്ന് പറയുന്നത്. അവയെ കൊല്ലുന്നതിനാണ് വൈറ്റമിൻ സി സഹായിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ എപ്പം എന്ത് ഇൻഫെക്ഷൻ അഥവാ അണുബാധ വന്നാലും ഇത്തരം അണുക്കൾ ക്രമാതീതമായിട്ട് പെറ്റുപെരുകും. അപ്പൊ അവയെ നിയന്ത്രിക്കുന്നതിന് ശരീരത്തിന്റെ പ്രതിരോധ വ്യവസ്ഥ അവയെ കൊല്ലുവാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കും. അതാണ് നമ്മുടെ പ്രതിരോധ വ്യവസ്ഥ, ഇമ്മ്യൂൺ സിസ്റ്റം. അതിൽ ഒരുപാട് സെൽസ് ഉണ്ട്. നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയിൽ ഫാഗോസൈറ്റോസിസ് എന്നൊരു പ്രോസസ് ഉണ്ട്. ഈ ബാക്ടീരിയയും വൈറസിനെയും എല്ലാം കൊല്ലുന്ന രീതിയാണ് ഈ ഫാഗോസൈറ്റോസിസ്. അതിന് സഹായിക്കുകയാണ് വൈറ്റമിൻ സിയുടെ പ്രധാന ജോലി. വൈറ്റമിൻ സി പല സെൽസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ മൈക്രോഫേജസ്, ന്യൂട്രോഫിൽസ്, ലിംഫോസൈറ്റ്സ്, അങ്ങനെ ഈ പ്രതിരോധ വ്യവസ്ഥയിൽ ഒരുപാട് കോശങ്ങളുണ്ട്. ഞാൻ അതിന്റെ കൂടുതൽ സങ്കീർണമായ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണുന്ന പേരുകളാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. LN ഡിഫറൻഷ്യൽ കൗണ്ട് നോക്കുമ്പോൾ നമ്മൾ കാണുന്നില്ല, ന്യൂട്രോഫിൽ കൗണ്ട്, ലിംഫോസൈറ്റ് കൗണ്ട്. അപ്പോൾ L കുറഞ്ഞിട്ടുണ്ടോ, N കൂടിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാറുണ്ടല്ലോ ഡോക്ടർമാർ, നിങ്ങളും നോക്കാറുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ആ പേരുകൾ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ഈ കോശങ്ങളൊക്കെയാണ് നമുക്ക് പ്രതിരോധം തീർക്കുന്നത്. അണുക്കളുടെ എതിരെ പ്രവർത്തിച്ച് ഈ അണുക്കളെയെല്ലാം കൊന്ന് നമ്മളെ രക്ഷിക്കുന്നത് ഇത്തരം സെൽസ് ആണ്. അതുകൂടാതെ T ലിംഫോസൈറ്റ്സ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സെല്ലാണ്. അപ്പോൾ പലതരത്തിലുള്ള ഇമ്മ്യൂണിറ്റി നമുക്കുണ്ട്. എങ്കിലും ഈ ഫാഗോസൈറ്റോസിസ് എന്ന പ്രോസസ് നടക്കുമ്പോൾ, അണുക്കളെ കൊല്ലുന്ന പ്രോസസ് നടക്കുമ്പോൾ വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഈ കോശങ്ങളിലെല്ലാം, അതായത് പ്രതിരോധം തീർക്കുന്ന കോശങ്ങളിലെല്ലാം വൈറ്റമിൻ സി സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവയുടെ പ്രവർത്തനം ശരിക്കും നടക്കണമെങ്കിൽ വൈറ്റമിൻ സി കിട്ടണം. അപ്പോൾ ഒരുപാട് ഈ കോശങ്ങളും നശിക്കുന്നുണ്ട് നമ്മൾ ഒരു വൈറസിനെതിരെയോ ബാക്ടീരിയക്കെതിരെയോ പൊരുതുമ്പോൾ. അതുകൊണ്ടാണല്ലോ നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ ലിംഫോസൈറ്റ് കുറഞ്ഞു പോയി, ന്യൂട്രോഫിൽസ് കൂടിപ്പോയി അല്ലെങ്കിൽ കുറഞ്ഞു പോയി എന്നൊക്കെ കേൾക്കുന്നത്. അത് ഓരോ ഇൻഫെക്ഷൻ അനുസരിച്ചിട്ടാണ് L-ലും N-ലും ഉള്ള വ്യത്യാസം വരുന്നത്. ഏത് ടൈപ്പ് ഓഫ് മൈക്രോബാണ് നമ്മളെ അറ്റാക്ക് ചെയ്യണം എന്നുള്ളതനുസരിച്ച്. അപ്പോൾ എന്താണെങ്കിലും നാശം സംഭവിക്കുന്നുണ്ട് പ്രതിരോധ വ്യവസ്ഥയിലെ കോശങ്ങൾക്ക്. അത് മാത്രമല്ല, ഈ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത്, ഇൻഫെക്ഷനുമായിട്ട് പോരാട്ടം നടക്കുന്ന സമയത്ത് ഈ വരുന്ന അണുക്കള് നമ്മുടെ ശരീരത്തിൽ ടോക്സിൻസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മാക്രോഫേജസും അതുപോലെ തന്നെ ഈ ന്യൂട്രോഫിൽസ്, ലിംഫോസൈറ്റ്സ് ഒക്കെ അതിനെ കൊല്ലുമ്പോഴും ഈ ടോക്സിൻസ് റിലീസ് ആവുന്നുണ്ട് അണുക്കളിൽ നിന്നും നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ അത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്.
ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കുന്നു ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ ഇതും അങ്ങനെ തന്നെയാണ്. ഈ ഒരു പ്രോസസ്സ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട് ഈ ടോക്സിൻസ് കാരണം. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അവയിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നത് വൈറ്റമിൻ സി ആണ്. കാരണം വൈറ്റമിൻ സി നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് വൈറ്റമിൻ സി പ്രധാനമായിട്ടും ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് കൂടുതൽ വൈറ്റമിൻ സിയുടെ ആവശ്യകതയുണ്ടെന്ന് മനസ്സിലാക്കി ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുക. സിട്രസ് ഫ്രൂട്ട്സ്, അതായത് നാരങ്ങ വർഗ്ഗത്തിൽപ്പെട്ട എല്ലാ ഫ്രൂട്ട്സും, ചെറുനാരങ്ങ, ഇതൊക്കെ ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ നമുക്ക് കഴിക്കാം. ചെറുനാരങ്ങ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ച് അസിഡിറ്റി വർദ്ധിപ്പിക്കുവാൻ സാധ്യതയുള്ള ഫ്രൂട്ടാണ്, ഒരു പഴമാണ് ചെറുനാരങ്ങ. ആ ചെറുനാരങ്ങ അല്ലാത്തപ്പോൾ നമുക്ക് കഴിക്കാം. പക്ഷെ ഇനി കഴിക്കുകയാണെങ്കിലും നന്നായിട്ട് വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് കഴിക്കാം. ഒരു ചെറിയ എമൗണ്ട് ഡെയിലി കഴിക്കാം. വൈറൽ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ഇന്റർഫെറോൺസ് നമ്മളെ ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ഈ ഒരു വൈറ്റമിന് സാധിക്കും. കാരണം ഇന്റർഫെറോൺസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ പ്രതിരോധ ശക്തി കൂട്ടിയെടുക്കുന്ന ഒരു പ്രോട്ടീനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ പ്രോട്ടീൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് വൈറസിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് നശിപ്പിക്കുവാൻ സഹായിക്കും. അപ്പോൾ വൈറ്റമിൻ സി ഇന്റർഫെറോൺസ് റേസ് ചെയ്യുന്നു എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ വൈറ്റമിൻ സി ഉള്ള ഭക്ഷണം നമ്മൾ ഡെയിലി ഒരു 75 to 90 മില്ലിഗ്രാം കിട്ടുന്ന തരത്തിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാം. കാരണം ശരീരത്തിന് സ്വന്തമായിട്ട് അത് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാന കാര്യം. പിന്നെ വൈറ്റമിൻ സിയുടെ മറ്റു ഗുണങ്ങൾ പറയാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അവയുടെ മറ്റു ഗുണങ്ങൾക്ക് നമ്മുടെ സ്കിന്നിൽ ഗ്ലോ തരുവാനും അതുപോലെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കും. നല്ലൊരു ബ്ലീച്ചിങ് ഏജന്റ് ആണ് വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് എല്ലാം. എക്സ്റ്റേണലി യൂസ് ചെയ്യുകയാണെങ്കിലും, അതായത് ഫേസ് പാക്കിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും നല്ലതാണ്. ഇന്റേണലി അത് എന്തായാലും കഴിക്കണം. കഴിച്ചാൽ മാത്രമേ നമ്മുടെ സ്കിന്നിൽ നിന്ന് റിങ്കിൾസ് ഒക്കെ മാറ്റിയെടുക്കാനും കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുകയുള്ളൂ. കൊളാജൻ ബൂസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൊളാജൻ ഒരു പ്രോട്ടീനാണ്. അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ സഹായിക്കുന്നത് വൈറ്റമിൻ സി ആണ്. അത് പ്രധാനമാണ്. പിന്നെ നമ്മുടെ സ്കിന്നിനായാലും ആരോഗ്യത്തിനായാലും നമുക്ക് അനീമിയ തടയണം. അതായത് നമ്മുടെ ശരീരത്തിൽ HBയുടെ ഹീമോഗ്ലോബിന്റെ കുറവുണ്ടാവരുത്, അയണിന്റെ കുറവുണ്ടാവരുത്. അപ്പം അയൺ അബ്സോർപ്ഷൻ ശരിക്കും നടക്കണമെങ്കിൽ, അയൺ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടണമെങ്കിൽ എന്ത് വേണം? വൈറ്റമിൻ സി വേണം. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടും വൈറ്റമിൻ സി റെഗുലർലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. പിന്നെ ഇതൊരു ആന്റി ഓക്സിഡന്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നേരത്തെ പറഞ്ഞത് മൈക്രോബ്സിനെതിരെ എങ്ങനെ ആന്റി ഓക്സിഡന്റ് ആയി വർത്തിക്കുന്നു എന്നുള്ളതാണ്. അതായത് മൈക്രോബ്സ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ടോക്സിൻ, ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ടോക്സിൻ ക്ലിയർ ചെയ്ത് ശരീരത്തിലെ മറ്റു കോശങ്ങൾക്കൊക്കെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന കോശങ്ങൾക്ക് ഉണ്ടാകുന്ന ഡാമേജ് ഒക്കെ തടയുവാൻ വൈറ്റമിൻ സി ആന്റി ഓക്സിഡന്റ് ആയി വർത്തിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് അസുഖം ഇല്ലാത്ത അവസ്ഥയിലും നമ്മളെ ശരീരത്തിൽ പല ഫ്രീ റാഡിക്കൽസും വന്നു ചേരുന്നുണ്ട്. ആ ഫ്രീ റാഡിക്കൽസിനൊക്കെ നമ്മളെ ശരീരത്തിൽ നിഷ്പ്രഭമാക്കുവാൻ വൈറ്റമിൻ സി സാധിക്കും. വൈറ്റമിൻ സിക്ക് ആന്റി ഓക്സിഡൻസ് എന്ന നിലയ്ക്ക് വളരെയധികം വലിയൊരു സ്ഥാനമാണ് ഉള്ളത്. വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും വളരെ നല്ല ആന്റി ഓക്സിഡൻസ് ആണ്. അപ്പൊ ഇത്തരം ഗുണങ്ങൾ വൈറ്റമിൻ സിക്ക് ഉണ്ട്. ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക, കൊളാജൻ ബൂസ്റ്റ് ചെയ്യുക, അയൺ അബ്സോർപ്ഷൻ സഹായിക്കുക, സ്കിന്നിന്റെ ഹെൽത്ത് സഹായിക്കുക, വൂണ്ട് ഹീലിങ്ങിന് സഹായിക്കുക. മുറിവുകളൊക്കെ പറ്റിയാൽ പെട്ടെന്ന് മുറിവ് ഉണങ്ങുവാനും ഇത് സഹായിക്കുന്നു. പിന്നെ സ്കിന്നിന്റെ ബാരിയർ പ്രൊട്ടക്ഷൻ, സ്കിന്നിന് മൈക്രോബ്സ് ഒന്നും ഉള്ളിലോട്ട് കയറാതിരിക്കാൻ ലിപ്പിഡ് ലെയറിന്റെയും പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പം അതിൽ ബ്രേക്ക് ഒന്നും വരാതെ, അതായത് നമ്മൾക്ക് എന്തെങ്കിലും മൈക്രോബ്സ് കാരണോ അല്ലെങ്കിൽ നമ്മൾ റബ്ബ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കാരണം ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ബ്രീച്ച് ഉണ്ടാവുകയാണെങ്കിൽ, ആ ലിപ്പിഡ് ബാരിയറിന് ഒരു പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ തടയുവാൻ വൈറ്റമിൻ സി ഉള്ള ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് സാധിക്കും. കാരണം ഹീലിംഗ് ആണ് അതിന്റെ പ്രധാന പ്രോപ്പർട്ടി. പിന്നെ ആന്റി ഓക്സിഡന്റ് പ്രൊട്ടക്ഷനും. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ തീർച്ചയായിട്ടും വൈറ്റമിൻ സി ഉൾപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഫ്രൂട്ട്സും ഉൾപ്പെടുത്തുക. എല്ലാ ഫ്രൂട്ട്സും കൂടെ ഒരു ദിവസം കഴിക്കേണ്ടതില്ല. ഓരോ ഫ്രൂട്ട്സും കുറേശ്ശെ ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. കാരണം ഫ്രൂട്ട്സിൽ വൈറ്റമിൻ സി മാത്രമല്ല, പല വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. പക്ഷെ വൈറ്റമിൻ സിയുടെ എമൗണ്ട് ഇത്രേ ആവശ്യമുള്ളൂ. സാധാരണ നമ്മൾ ഫ്രൂട്ട്സ് കഴിച്ചു എന്ന് വെച്ചിട്ട് വൈറ്റമിൻ സി ശരീരത്തിൽ ഓവറായിട്ട് സ്റ്റോർ ഒന്നും ആവില്ല. കാരണം അതിനൊരു ലിമിറ്റ് ഉണ്ട്. 2000 മില്ലിഗ്രാം വരെ വൈറ്റമിൻ സി നമ്മളെ ശരീരത്തിൽ ടോക്സിസിറ്റി ഉണ്ടാക്കില്ല. അതെന്തായാലും ഫ്രൂട്ട്സ് കഴിച്ചാൽ അത്ര എത്തില്ല. അപ്പോൾ നമ്മൾക്ക് ഫീവർ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത്, സിവിയർ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് ഒരു 1000 മില്ലിഗ്രാം വരെയുള്ള വൈറ്റമിൻ സി കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ എന്തുകൊണ്ടായാലും അത് സ്റ്റോർ ചെയ്യപ്പെടുകയും ഇല്ല. വൈറ്റമിൻ ബിയും സിയും ഒന്നും സ്റ്റോർ ചെയ്യുന്ന വൈറ്റമിൻ അല്ല. ADEK മാത്രമേ വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിൽ, ഫാറ്റ് സോലിബിൾ ആയുള്ള വൈറ്റമിൻസ് മാത്രമേ സ്റ്റോർ ചെയ്യപ്പെടുകയുള്ളൂ. അപ്പോൾ വൈറ്റമിൻ സി ഇന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അത് സ്റ്റോർ ചെയ്യില്ല. നമ്മൾ നാളെയുള്ള ആവശ്യങ്ങൾക്ക് നമ്മൾ വൈറ്റമിൻ സി വീണ്ടും
അടങ്ങിയ ഫ്രൂട്ട്സുകൾ, ആ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സ്, ന്യൂട്രിയൻ്റ് ഉള്ള ഫ്രൂട്ട്സ് കഴിക്കുക തന്നെ വേണം. അതുകൊണ്ട് എക്സസ് ആയിട്ട് വൈറ്റമിൻ സി സ്റ്റോർ ആവും എന്ന ഭയം ആവശ്യമില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ദിവസത്തേക്ക് ഇത്ര എമൗണ്ട് എന്നുള്ളത് നമ്മൾ ഒരു നിശ്ചിത എമൗണ്ട്, വളരെ കുറഞ്ഞൊരു എമൗണ്ട് കഴിക്കുകയാണെങ്കിൽ തന്നെ കിട്ടും. അതായത് ഒരു ചെറിയ നെല്ലിക്ക, ഒരു ഓറഞ്ചിൽ ഒരു 70 മില്ലിഗ്രാം വൈറ്റമിൻ സി ഉണ്ട്. അതുപോലെ പപ്പായ, ഇതൊക്കെ നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഈ ഒരു ആവശ്യകത എത്രയാണോ അത്രയും കഴിക്കുകയാണെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഈ ജ്യൂസ് അടിച്ചിട്ട് 10 നെല്ലിക്കൊക്കെ ഇട്ട് ജ്യൂസ് അടിച്ച് വൈറ്റമിൻ സി ക്രമാതീതമായി കൂട്ടിയെടുത്താൽ തീർച്ചയായിട്ടും കിഡ്നി സ്റ്റോൺ വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് കാൽഷ്യം അബ്സോർപ്ഷനും ഓക്സലേറ്റ് അബ്സോർപ്ഷനും ഒക്കെ ത്വരിതപ്പെടുത്തും, ആക്സിലറേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, അത് മറക്കാതിരിക്കുക. അല്ലാത്ത പക്ഷം നമുക്കൊരു ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് കുറച്ചധികം ഫ്രൂട്ട്സ് കഴിച്ചു എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വൈറ്റമിൻ സിയെ കുറിച്ച് പറയാനുള്ളത്. വൈറ്റമിൻ സിയെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വൈറ്റമിൻ സി നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി ഓരോ ദിവസം ഓരോ ഫ്രൂട്ടോ അതുപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിളോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക.